Now you can see a very ancient, about 400 to 500 years old Christian cross. This is in Kaduthuruthi in Kerala, southernmost state of India. This structure is very ancient and it is very peculiar. ഹലോ, വളരെ പുരാതനമായ ഒരു സ്ഥലമാണ് കടുത്തുരുത്തി എന്ന് പറയുന്നത്. ഈ സ്ഥലത്ത് വളരെ പുരാതനമായ ഒരു പള്ളിയുടെ കുരിശാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, ആ കുരിശിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. കടുത്തുരുത്തി ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയ സ്ഥലവും കൂടി ആയതുകൊണ്ട് എനിക്ക് ഈ സ്ഥലവുമായി വളരെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്ഥലമാണിത്. ഈ കുരിശ് വളരെ പുരാതനമാണ്. ഇതിൻ്റെ പ്രത്യേകത അതാണ്. ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് എനിക്ക് അന്വേഷിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ആ പുരാതന കാലത്തിൻ്റെ ഓർമ്മ അവശേഷിപ്പിക്കുന്ന ഒരു സ്തംഭമാണിത്. അതുകൊണ്ടാണ് എനിക്കിതിനകത്ത് ഇതിനെക്കുറിച്ച് ഇതൊന്ന് ഷൂട്ട് ചെയ്യണം. ഇക്കാലത്തേക്കും അതുപോലെ ഇത് കാണാൻ കഴിയാത്തവർക്കും ഇതൊരു കാണുന്നതിന് സൗകര്യത്തിന് വേണ്ടിയാണ്. ഇതാണ് വളരെ പുരാതനമായ കടുത്തുരുത്തി തോട്. ഈ പള്ളിയുടെ കുരിശാണ് നമ്മളവിടെ കണ്ടത്. ഈ പള്ളി വളരെ പുരാതനമായ പള്ളിയാണ്. കടുത്തുരുത്തി താഴത്തെ പള്ളി. ഈ പള്ളിയുടെ മുകളിലായിട്ടാണ് ജ്ഞാനായ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ കടുത്തുരുത്തി സെൻറ്റ് മൈക്കിൾസ് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഇതിൻ്റെ മുകളിലാണ് ആ സ്കൂള്. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിടാൻ പലപ്പോഴും ഇവിടെ വന്നിരുന്ന് ഈ വരാന്തകളിലിരുന്ന് ആണ് ചോറ് കൊണ്ടുകൊണ്ടിരുന്നത്. പലപ്പോഴും അങ്ങനെ വരാന്തയിലിരുന്ന് ചോറുണ്ണുകയും ഇവിടെ അടുത്തൊരു ഈ മുറ്റത്ത് തന്നെ വലിയൊരു കുളമുണ്ട്. ഇപ്പോൾ ഇത് മതിലൊക്കെ കെട്ടി മൂടി ഇരിക്കുകയാണെങ്കിൽ ഈ കുളം അന്ന് തുറന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ കുളത്തിലെ വെള്ളത്തിലാണ് ഞങ്ങൾ ചോറ്റുപാത്രം കഴുകിക്കൊണ്ടിരുന്നത്. മുകളിൽ കാണുന്ന റോഡാണ്. അതിൻ്റെ അപ്പുറത്തൊരു മഠമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം എൻ്റെ ഓർമ്മകളിൽ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. സ്കൂളിലുള്ള സെൻറ്റ് മൈക്കിൾസ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ പിള്ളേരുടെ തിരക്ക് കാരണം ഇവിടെ വന്നിരുന്നു മിക്കവാറും ഈ വരാന്തയിൽ ഇരുന്നാണ് ചോറുകൊണ്ടുകൊണ്ടിരുന്നത്. അന്ന് ഇവിടുത്തെ ഒരു പ്രായമായ അച്ഛൻ ഇങ്ങനെ ആ സമയത്ത് ഉല്ലാസുകയും ഞങ്ങളോട് ഈ ഇവിടെ ഇരിക്കുന്ന അന്ന് ഇവിടെ എല്ലാം ചെടികളുണ്ടായിരുന്നു. ആ പറിക്കരുതെന്ന് ആവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. ആ പൂക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവള് പറിക്കരുതെന്ന് അവർ പറയുമായിരുന്നു. ഇതാണ് കടുത്തുരുത്തിലെ വളരെ പുരാതനമായ ജ്ഞാനായ പള്ളി. ജ്ഞാനായ വിഭാഗക്കാർ തെക്കും പ്രദേശത്തേക്ക് കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയിട്ട് തെക്ക് ഭാഗത്തേക്ക് ആദ്യമായി പണിത പള്ളിയാണിത്. ഇത് അനേക നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പള്ളിയാണ്.
അതുപോലെ ഇവിടുത്തെ ഈ വലിയ കൽക്കുരിശും വളരെ പഴക്കവും പൗരാണികതയും ഉള്ളതാണ്. കണ്ടോ, ഇത് കാണുക. ഈ പുരാതനമായ ഈ പള്ളിയുടെ ഭിത്തിയിൽ നായാട്ടിൻ്റെ ചിത്രം കാണുന്നു. ഒരു മനുഷ്യൻ തോക്കുമായിട്ട് പട്ടിയുമായി നിൽക്കുന്നു, മൃഗങ്ങളെ വേട്ടയാടുന്നു. അപ്പോൾ അന്നൊക്കെ ഈ പ്രദേശത്ത് കാട്ടുമൃഗങ്ങൾ ധാരാളം, മാന്, കടുവയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നായാട്ട് പതിവായിരുന്നു. അതാണ് അന്ന് ഈ ചിത്രം ആലേഖനം ചെയ്യാൻ കാരണം. ഈ പള്ളി പണിത കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ചില കല്ലെഴുത്തുകളാണിത്. അത് ആ ഭാഷ തന്നെ നോക്കുക, ഭാഷ തന്നെ വായിച്ചാൽ മനസ്സിലാകുന്നതല്ല. പൗരാണികമായ മലയാള ഭാഷയാണെന്ന് തോന്നുന്നു. അതപ്പോൾ നൂറ്റാണ്ടുകളുടെ പഴക്കം വിളിച്ചറിയിക്കുന്നതാണ് ആ ലിപികൾ. ഈ കെട്ടിടം, ഈ പള്ളി ഇപ്പോഴത്തെ നിലയിൽ പണിത് 1590-ലാണെന്നാണ് കാണുന്നത്. കുംഭമാസം 22-ാം തീയതി, കൊല്ലവർഷം 765. അതാണ് അന്നത്തെ ലിഖിതം. അന്ന് എഴുതിയ കല്ലാണ്. ഈ മതിൽക്കെട്ടുകളെല്ലാം അന്നുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ ഈ ഇടവേള ഇൻ്റർവെല്ലിൽ ഉച്ചയ്ക്കൊക്കെ ഈ മതിലിൽ മുകളിലാണ് ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നത്തെ സ്കൂളിൻ്റെ പ്രധാന കെട്ടിടം ഇതിൻ്റെ മുകളിലായിരുന്നു. ഈ നടകളിലൂടെ ഞങ്ങൾ സ്ഥിരമായി ഇറങ്ങുകയും കയറുകയും ചെയ്തിരുന്നു. ഇന്ന് ആ പഴയ കെട്ടിടം 2 നില കെട്ടിടമായിരുന്നു. ആ കെട്ടിടം പൊളിച്ചു കളഞ്ഞു. ഇവിടെയായിരുന്നു പ്രധാന കെട്ടിടം. ഇവിടെ ഇപ്പോൾ മണ്ണിട്ടിരിക്കുകയാണ്. ഇതായിരുന്നു കടുത്തുരുത്തി സെൻറ്റ് മൈക്കിൾ സ്കൂളിലെ പ്രധാന കെട്ടിടം നിലനിന്നിരുന്ന ഗ്രൗണ്ട്. ഈ ഭാഗത്തായിരുന്നു 2 നില കെട്ടിടം. അവിടെയായിരുന്നു പ്രധാനപ്പെട്ട സ്കൂൾ കെട്ടിടം. ഇതായിരുന്നു സ്കൂളിൻ്റെ പ്രധാന കെട്ടിടം നിലനിന്നിരുന്ന ഗ്രൗണ്ട്. ആ മണ്ണിട്ടിരിക്കുന്നിടത്തായിരുന്നു പ്രധാന കെട്ടിടം. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ